ഹലോ ഗൈസ്, നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കണ്ടിട്ട് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ നോക്കിട്ടാ. കാണിക്ക. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ എവിടേക്ക് പോകണമെന്ന് അറിയോ? എവിടേക്ക് പോകണമെന്നല്ല, നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരിലുള്ളത്. നമ്മൾ ഇന്നലെ രാത്രി ബാംഗ്ലൂർക്ക് കയറിയതാണ്. വെറുതെ ഒന്നുമില്ല, നമുക്കല്ല ഇങ്ങനെ എവിടേക്കില്ല, ഇങ്ങനെ വീട്ടിൽ തന്നെ ചടച്ചുത്തർന്ന് ഇരിക്കാൻ വയ്യായിട്ട്. അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ എയർപോർട്ട് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ എന്താ പറയുക, നോമ്പൊക്കെ ആയതുകൊണ്ട് ക്ഷീണിച്ചിരിക്കല്ലേ, അപ്പോൾ നൈസായിട്ട് അവിടെ ഇങ്ങനെ പോയി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു പീസിൽ ഇങ്ങനെ ഇരിക്കാതെ വിചാരിച്ചിട്ടാണ് പോണത്. ഇവിടെ ഞാൻ കണ്ടിയില്, എനിക്ക് വലിയ അറിവൊന്നുമില്ല ഇവിടെ പറ്റിയിട്ട്, പക്ഷെ ഞാൻ കണ്ടിയില് ബാംഗ്ലൂർ നൈസ് റോഡ് പിടിക്കണം, അടിപൊളി ഡ്രൈവ് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എയർപോർട്ട് റോഡ് പിടിക്കണം. അപ്പോൾ ഈ റോഡ് നല്ല ഭംഗിയല്ലേ, എന്താ ഭംഗി കാണാൻ, അടിപൊളിയാണ്. രണ്ട് സൈഡിലും, ഇപ്പോഴല്ല രണ്ട് സൈഡിലും ബിൽഡിംഗ് ഒക്കെ ആയിക്കാണ്, ഇങ്ങനെ നൈസ് റോഡല്ലേ. സാധാരണ ഇവിടെ റോഡ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ട്രാഫിക്കാണ്, ട്രാഫിക് ഒരു ഒന്നൊന്നര ട്രാഫിക്കാണ്. പക്ഷെ ഈ റോട്ടുമ്മ കൂടി പോകുമ്പോൾ എന്താ അറിയില്ല, ഭയങ്കര ഒരു ഇതാണ്. ഹൈവേ അതിൻ്റെ ഒരു ഇതാണത്. എന്നാലും നമുക്ക് എന്ത് പറയാലാ, വ്ളോഗിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയല്ലേ വർത്താനം പറയില്ല, എനിക്കറിയാം. സൺകിസ് വായോ സൺകിസ് വരുന്നില്ല. ഹായ്, സൺകിസ് അടിച്ചിട്ട് ഹായ്, എന്താ ഭംഗിയുള്ള റോഡില്. അപ്പൊ നമ്മളില്ലേ എയർപോർട്ട് റോഡ് എത്താനായപ്പോഴാണ് നമുക്ക് വീണ്ടും ഒരു ബോധോദയം വന്നത്. നമ്മള് ആവേശത്തെ രംഗൻ ചേട്ടൻ എട്ടാ മോനെ ഓരോ കോമഡിയോ അറിയാം. അവിടെ നിന്ന് ആ ലൊക്കേഷൻ ഒന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചു. യൂട്യൂബിൽ കണ്ട് എൻ്റെ ലൊക്കേഷന്, അപ്പോൾ നൈസായിട്ടൊന്ന് പോയി വെക്കാൻ വിചാരിച്ച്. അവിടെ എന്തോ മറ്റേ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാന്ന് പറഞ്ഞ് പോയി സംസാരിച്ച് നോക്കിയിട്ട് കയറ്റുമെന്നുള്ള അറിയാലോ. അപ്പം നമ്മളിപ്പോൾ ആ ലൊക്കേഷൻ തപ്പിക്കൊണ്ട് നടക്കുകയാണ്. ലൊക്കേഷനൊക്കെ ഇട്ടിക്കണ എങ്ങോട്ടൊക്കെ ലൊക്കേഷൻ കൊണ്ടുപോകുന്നുണ്ട്. നമ്മളിവിടെ അങ്ങനെയൊക്കെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കണം. ഇവിടെ മെട്രോൻ്റെ പണി നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്, റെയിൽവേ കണ്ടു, പക്ഷെ മെട്രോൻ്റെ പണി നടക്കുന്നുണ്ട് പറഞ്ഞു, അതൊന്നും കണ്ടില്ല. നൈസ് വീടില്ലേ, എന്താ മറ്റേ നൊങ്കിന്റെ മരാണ് വീടിന്റെ മേലെ. കാര്യം അടിപൊളിയില്ലേ, നൈസ് വീട്, അടിപൊളി. നമുക്ക് വഴി തെറ്റിയോ എന്നൊരു ഡൗട്ട്. അങ്ങനെ വഴി തെറ്റാൻ പാടില്ല. ഡ്രൈവർ എവിടെ നോക്കിയിട്ടാ വണ്ടി ഓടിക്കുന്നത്? ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ? അതാണ് വിമാനം. ഇത് മറ്റേ ലൈൻ കമ്പിമ്മ കൂടി പറക്കണ പോലെ ഉണ്ടായിരുന്നു നേരത്തെ. അപ്പൊ നമ്മള് അടുത്തെത്തിന്നാണ് തോന്നുന്നത്, കാരണം ഇവിടെ മെട്രോ പില്ലറും കാണാൻ തുടങ്ങിയിരിക്കണ, റെയിൽവേ ട്രാക്കും ഉണ്ട്. ഇവൻ ഇവിടെ കൂടി ഒക്കെ പോണ. അതില് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഒരു മണ്ണിട്ട മഡ് റോഡാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് ഇനി ഇതാവോ? ഇത് എവിടേക്ക് കൺസ്ട്രക്ഷൻ ഉള്ള അടിപൊളി, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഓക്കെ, അടിപൊളിയല്ലേ. ഉണങ്ങിയ മരങ്ങളാ തോന്നുന്നല്ലേ അതിന്റെ ഭംഗി, തോന്നുന്നല്ലാതെ അങ്ങനെ ആയിരിക്കും. അപ്പൊ അടിപൊളി. ഇതിപ്പോ ഒരു വേസ്റ്റ് കൂമ്പാരം ഇതല്ലോ ഇവിടെ. ഇങ്ങോട്ട് റോഡ് ഉണ്ടായിരുന്നു. സോറി, എന്താ സോറി കളിയാ. എനിക്ക് തോന്നണത് ഇതന്നെയാണ് റോഡ് എന്നാ. മഡ് റോഡായി. അവിടെ നമ്മൾ മെട്രോ കണ്ട്, പിന്നെ റെയിൽവേയും കണ്ട്. അപ്പൊ ഇതന്നെ നമ്മളിപ്പോ ഇവിടെ തിരിക്കുകയാണ്. തിരിച്ചു പോവാം, കാരണം ഇത് നമ്മൾ ഉദ്ദേശിച്ച രംഗണ്ണന്റെ വീടല്ല, ഇത് വേറെ ആരുടെയോ കൺസ്ട്രക്ഷൻ നടക്കുന്ന വീടാണ്. ഞാൻ നന്നായി ചളി വാരി എറിയുന്നുണ്ടല്ലേ. ചെറുതായിട്ടോ? അങ്ങനെ പറയേ, ഇപ്പഴാ ശരിയായി. നമ്മള് വന്ന വഴി മനസ്സിലാവാണ്ട് തിരിച്ചു. അല്ല, നമ്മൾ വന്ന വഴി അങ്ങനെ നേരല്ലായിരുന്നാ? നേരായിരുന്നു തോന്നുന്നു. അതാ ഇതവിടെ ഈ വണ്ടി ഇല്ലായിരുന്നല്ലോ. കിട്ടുവോ? ഇല്ല, ഈ സൈഡ് കുണ്ടാട്ടാ. പ്രോ ഡ്രൈവർ ഒന്നും അല്ലല്ലോ. ഇതമ്മേ കുഞ്ഞിച്ചടിച്ചു. സംശയം
എന്റെ സൈഡ് തന്നെ ഞങ്ങൾ നീങ്ങിരിക്കണോ? അപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ള വോയിസ് എന്തോ തകരാറ് മൂലം ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര തിരഞ്ഞിട്ടും സ്ഥലം എത്ര തല കുത്തി മറിഞ്ഞ് തിരഞ്ഞിട്ടും നമുക്ക് കിട്ടിയില്ല. ലാസ്റ്റ് നമ്മൾ അവിടെ കണ്ട 2 ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ വണ്ടിയിൽ കയറി. അങ്ങനെ ഇതാണ് അവരോട് നമ്മൾ ഹായൊക്കെ കാണിക്കാൻ പറയുന്നത്. ഹായൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ അവർ കാണിച്ചെന്ന് നമ്മൾ തിരഞ്ഞു പോയ ആ സ്ഥലേ അല്ല, അത് നേരെ ഓപ്പോസിറ്റുള്ള ഏരിയ ആയിരുന്നു. അങ്ങനെ പിന്നെ അവരോടൊക്കെ ഇങ്ങനെ ഇതാക്കി അവരൊക്കെ ചോദിച്ചു. പിന്നെ മച്ചാൻ ചില്ലറക്കാരനൊന്നല്ല കേട്ടാ, മച്ചാൻ നമ്മളെ ആവേശത്തിലെ ഗുണ്ടാ റോളിൽ ഒരു ചെറിയ റോളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആളുടെ ഇൻസ്റ്റ, യൂട്യൂബ് അതൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് സപ്പോർട്ട് ചെയ്യണം പറഞ്ഞ്. പിന്നെ ആ ടൈമിൽ ലൊക്കേഷൻ ടൈമിൽ ഉണ്ടായിരുന്ന ലൊക്കേഷൻ സെറ്റും കാര്യങ്ങളും അവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആൾ ഷൂട്ട് ചെയ്തൊക്കെ ഇങ്ങനെ റീലിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കാണിച്ചു. ഗയ്സ്, നമ്മൾ കൊറേ തപ്പി വന്ന ബിൽഡിംഗ് കാണാൻ നിക്കണത്. എടാ മോൻ, നമ്മൾ റെഫറൻസ് ആയിട്ട് കണ്ട വീഡിയോയിൽ ഉണ്ടായിരുന്നത് മറ്റേ മെയിൻ റോട്ടിൽ നിന്ന് മഡ് റോട്ട് കയറിയിട്ടൊക്കെ വരണമെന്നായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നല്ല കേട്ടോ, അത് മെയിൻ റോട്ടിൽ നിന്ന് തന്നെ കാണുന്നുണ്ട്. അതാ ബിൽഡിങ്. റെയിൽവേ ഉണ്ട്, അതാ മെട്രോ ഉണ്ട്, അതാ പോണൊരു ഫ്ലൈറ്റും കിട്ടിപ്പോ. ഹായ്, ഇത് നൈസ് സ്പോട്ടിലെ ഒരു അടിപൊളി സ്പോട്ടിലത്. ഈ മച്ചാനാണ് ഇതിലുണ്ടായിരുന്ന ഗുണ്ടാ റോൾ ഉണ്ടായിരുന്ന മച്ചാനാണ്. മച്ചാന നമുക്ക് വഴി കാണിച്ചത്. ഇത് ഇവിടുത്തെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് എന്നാണ് കേട്ടത്. ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല എന്നുള്ള അറിയില്ല. പോയി വെക്കാം. അതിന് ലോക്കൽ പവർ ഉണ്ട്. റോഡും ഉണ്ട് കേട്ടോ ഇവിടെ അടുത്ത്. മെട്രോയും റെയിൽവേയും മാത്രമല്ല, റോഡും ഉണ്ട്. എന്നാ മറ്റേ പാട്ടുള്ളത്, ഏത് പാട്ട്? മറ്റേ ആവേശത്തെ മെയിൻ പാട്ട്. So many light decoration is here actually, ma'am. So crane is here actually. Fighting time, fight shooting. I'll see for photo na actually. Fight time. Yeah. Thank you, ma'am. പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ഞാനിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം, വേണ്ടില്ല അതിൻ്റെ ആവശ്യം. അതന്നെ, ആ പാട്ടില്ലേ, പാട്ടിൻ്റെ സെറ്റാണ് ആൾ പറഞ്ഞത്. ആ ലൈറ്റും കാര്യങ്ങളും അത് നല്ല എൻജോയ് ചെയ്ത് തോന്നുന്നു. ആൾക്ക് നമ്മളെ ഫഹദ് ഫാസിലൊന്നും അറിയില്ല. ആൾ പറഞ്ഞു പുഷ്പ 2 മറ്റേ ആക്ടർ എന്നാ പറയണത്. നമ്മളെ ഫഹദ് ഫാസിലിന്റെ മച്ചാൻ അറിയില്ല. ആളുടെ പവർ എന്താ അറിയിച്ചു കൊടുക്കണ അമ്പാനെ. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പട്ടി ആ കേരള ബാംഗ്ലൂർ എന്താ പറഞ്ഞത് തെരിയില്ല, കന്നഡ ಗೊತ್ತಿಲ್ಲ. ഊര് കേരള. അപ്പൊ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതാ ആ വീട് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞ മെട്രോ ഇവിടെ ഉണ്ട്, റെയിൽപ്പാളം ഉണ്ട്, റോഡും ഉണ്ട്. ഇനി ഒന്നും ഇല്ലാത്തതില്ല. ഇനി ഒരു ഫ്ലൈറ്റിന്റെ കുറവും കൂടി ഉണ്ട് ആ വീഡിയോയിൽ പറഞ്ഞ. പക്ഷേ ആ ഒരു ഫ്ലൈറ്റും കൂടി വരികയാണ്. എന്നാലും കാലം മനസ്സിലാവാത്ത ഇത്ര ഉള്ളിലുള്ള ഈ ഒരു വീടും അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ എങ്ങനെ ആ ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ കണ്ടുപിടിച്ച്. ആരെ ശരിക്കും ഈ ഫിലിമിൻ്റെ അതൊക്കെ കണ്ടുപിടിക്കുന്ന ആള്? ഡയറക്ടറും പ്രൊഡ്യൂസറും തന്നെയല്ല, നാവക്കാകെ ഭയങ്കര. ഈ വാമക്ക് റിട്ടേൺ പോവാതെ നല്ല ചെമ്മാരെ പറ്റിയിട്ട് പറയാതിരിക്കാൻ വയ്യട്ടാ. നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള മച്ചാന്മാരല്ലേ. ഇവിടെ ഏറ്റവും കൂടെ വന്ന് ഒക്കെ സെറ്റാക്കി തന്നു. അടിപൊളി. നമ്മളെ വീഡിയോയിലും വന്നു. പ്രോപ്പർട്ടിയാണ്, അധികം ആർക്കും അങ്ങനെ വരാൻ പറ്റില്ല കേട്ടോ. പക്ഷേ മച്ചന്മാരുണ്ടായിട്ട് തോന്നുന്നില്ല, ആരും ഒന്നും പറഞ്ഞില്ല. അപ്പം നമ്മളിപ്പോൾ റിട്ടേൺ പോവുകയാണ്. ഒന്നും പറയല്ല, അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞിട്ട് ഒരു ലൊക്കേഷൻ ഹണ്ടിങ് എന്നൊക്കെ പറയില്ലേ, അതന്നെ സംഭവം. കാരണം നമുക്ക് സംഭവം അറിയാം എവിടെയാണെന്നുള്ള അറിയാം. പക്ഷേ നമ്മൾ ആ സ്ഥലത്തേക്ക് പോയിട്ട് ആ സ്ഥലത്തിൻ്റെ അവസ്ഥ എന്തായി എന്താ പറയണത്, യൂട്യൂബൊന്നും നോക്കിയിട്ട് എവിടേക്കും പോവരുതെന്ന്. കാരണം ഫുള്ള് ലൊക്കേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അതിൻ്റെ അടുത്തുള്ള ആ ഒരു ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമ്മളാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ, അത് വേറെ കാര്യം. പക്ഷേ അടിപൊളിയായി. അവിടെ എത്തിയപ്പോൾ തന്നെ എന്താ പറയുക, ഓവർ എക്സൈറ്റഡ് ആയിരിക്കുക. ആ ആവേശം മൂവി അവിടെ ഇരുന്ന് കാണുക, അങ്ങനത്തെ ഒക്കെ ഒരു തോന്നൽ. ആകെ നമ്മളില്ലേ വെറുതെ ഇരിക്കുമ്പോൾ എവിടേക്കെങ്കിലും കണ്ട് ഇറങ്ങുക,
അതൊരു പ്ലാൻ ഇല്ലാണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലൊക്കെ ആയിട്ടാണ് ചെന്ന് എത്തും. പക്ഷെ അത് എത്തണുണ്ടല്ലോ ഒരു അടിപൊളി ഫീലാണ്. കാരണം തീരെ എക്സ്പെക്ട് ചെയ്യാണ്ട് എത്തുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത്രയും തപ്പി കണ്ടുപിടിച്ചതിൻ്റെ ആ ഒരു ഇതാണ്. കാരണം അത് സംഭവം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് പോലും അവിടെ അത്രയും നേരം എന്താ പറയുക, അവിടെ അത്രയും നേരം ചിലവഴിക്കാൻ എനിക്ക് തോന്നിയത്. പക്ഷെ അതൊന്നും പറ്റൂല എന്നല്ല അവർ പറഞ്ഞ്. അതുകൊണ്ട് പിന്നെ പോരേണ്ടി വന്ന്. അതാണ് ഒരു വിഷമം. അതന്നെ, അടുക്കളയ്ക്ക് പോകാൻ പറ്റിയൊരു വിഷമമുണ്ട്. ആരാണ് അവിടെ കുഴിച്ചിട്ടിക്കണോ ഇല്ലയെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയത്. ഞാൻ വിഷമം തീർക്കാൻ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുക. അതോടെ ഇന്നത്തെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പം ഇനി ഇന്നത്തെ ഫുഡ് അടിയും കൂടി കഴിഞ്ഞിട്ട് ബാക്കി കാണാം. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, നെയ്തിന്ന് മന്തി കഴിച്ചു, ഒക്കെ സെറ്റായി. ഇനിയിപ്പോൾ നമ്മൾ റൂമൊക്കെ പോവുകയാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ.